ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ടേസ്റ്റിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ മേരയ്ക്ക കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറീനോടൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു കറിയാണ്, വെജിറ്റേറിയൻസിൻ്റെ ചിക്കൻ കറിയാണ് മേരയ്ക്ക കറി. അപ്പോൾ ഈ ഒരു മേരയ്ക്ക നമ്മൾ ഈ തൊലി ഭാഗം എല്ലാം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക. മേരയ്ക്ക തൊലി കളയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കറ മാതിരി ഉണ്ടാവും. അത് നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോകുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഈ ഒരു വെജിറ്റബിളിനെ മേരയ്ക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എന്നുള്ളത് കമൻസിൽ അറിയിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കുരുവിൻ്റെ ഭാഗം മാത്രം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷമാണ് നമ്മൾ സ്ക്വയർ പീസായിട്ട് മുറിച്ചെടുക്കുന്നത്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 20-25 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളീനെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. 1.5 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ ഒരു കറിക്ക് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മേരയ്ക്കേനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് വേവിച്ചെടുക്കുക. ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കടുകാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉലുവ നമുക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും തരുന്നുണ്ട്. അപ്പോൾ ഉലുവ ചൂടായി വന്ന സമയത്ത് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്ന പോലെ നല്ല പോലെ വഴറ്റി കൊടുക്കുക. അരപ്പ് റെഡിയാവുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മേരയ്ക്ക വേവിച്ചെടുത്തിട്ടുണ്ട്. മേരയ്ക്കയ്ക്ക് ഒരുപാട് നേരത്തെ വേവൊന്നുമില്ല. അപ്പം നമ്മൾ അരപ്പ് പച്ചമണം എല്ലാം പോയതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മേരയ്ക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല കുറുകിയ ചാറോടുകൂടി നമുക്ക് ഈ മേരയ്ക്ക കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈമും ഒരുപാട് നഷ്ടമുണ്ടാവില്ല. ഓഫീസിൽ പോകുന്നവർക്കും രാവിലെ ലഞ്ച് കൊണ്ടുപോകേണ്ടവർക്കും എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഈ മേരയ്ക്ക നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് പപ്പായ വെച്ചും ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചിക്കൻ കറിയുടെ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ചിക്കൻ കറിയാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം ഈ ഒരു പേസ്റ്റ് മേരയ്ക്ക ആഡ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ കറിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും.